ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് IELTS വേറൊരു എക്സാമ്പിൾ ആയിട്ട് ചെയ്യാം. റൈറ്റിംഗ് എക്സാമ്പിൾസ്. റൈറ്റിംഗിനെ കുറിച്ച് കുറേ സ്റ്റുഡൻസ് എന്നോട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. എൻ്റെ സ്റ്റുഡൻസിന് തന്നെ ഞാൻ തുടക്കം മുതൽ ട്രെയിൻ ചെയ്യുന്ന ഒരു സംഭവമാണ്. ബിക്കോസ് കുട്ടികൾ പറയും റൈറ്റിംഗ് എല്ലാവരും പുറമേ പൊതുവേ ഒരു ധാരണയാണ് റൈറ്റിംഗ് ഇസ് വെരി എസ് എ റൈറ്റിംഗ് ഇസ് വെരി ഡിഫിക്കൾട്ട്, ഇറ്റ് ഇസ് വെരി ഡിഫിക്കൾട്ട് ടു സ്കോർ മാർക്സ്. അപ്പൊ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ്സ് ഓൾ അബൌട്ട് നിങ്ങളുടെ ജനറൽ നോളജ്, ലൈക്ക് ജനറൽ അവെയർനെസ്. നമ്മളുടെ ചുറ്റുപാട് നടക്കണ കുറിച്ച് ഇന്നത്തെ കുട്ടികൾ ഇസ് നോട്ട് അവെയർ. അതുപോലെ ഒരു സിറ്റുവേഷൻ തന്നാൽ അതിനെ നമ്മൾ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്ന കുട്ടികൾക്ക് ബുദ്ധി ഉപയോഗിക്കില്ല, ആരും തിങ്ക് ചെയ്യില്ല. എന്നാൽ എല്ലാം ഇസ് റെഡിമെയ്ഡ് സെർവ് ആയിട്ട് കൊടുക്കില്ല എല്ലാവർക്കും. അപ്പൊ അത് കാരണം ദ ചിൽഡ്രൻ ഡോണ്ട് യൂസ് ദിയർ മൈൻഡ്സ്, ദിയർ ബ്രെയിൻ ടു തിങ്ക്. അപ്പൊ ദാറ്റ് ഈസ് ദ മെയിൻ റീസൺ. അപ്പൊ അത് ഐ മേക്ക് മൈ സ്റ്റുഡൻസ് ഡു ഇറ്റ്. ഓക്കെ. സോ ഇന്ന് നമ്മൾക്ക് എസ് എ റൈറ്റിംഗിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് എഗ്രി ഡിസെഗ്രി. എഗ്രി ഡിസെഗ്രിയുടെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ. ഇപ്പോൾ see, there are so many different types of questions, like discuss two views and give your opinion, അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഡിസ്അഡ്വാൻറ്റേജ്, അതൊക്കെ ഞാൻ ഇന്നലെ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾക്ക് ഒരു എഗ്രി ഡിസെഗ്രിയുടെ എക്സാമ്പിൾ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, എന്തൊക്കെ നോക്കി ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഈ എസ് എ എഴുതാൻ. അപ്പൊ ഞാൻ എൻ്റെ എസ് എ ഇതിനു മുമ്പത്തെ വീഡിയോസിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു എസ് എയുടെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കണം എന്ന്. ഞാൻ ഒന്നും കൂടി ഒളിപ്പിച്ച് പറയാം. സോ പറയാം എന്താണെന്ന് വെച്ചാൽ, ഒരു എസ് എക്ക് 4 ഇത് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ അല്ല. പക്ഷെ നമ്മൾ എപ്പോഴും ഒരു സിസ്റ്റമാറ്റിക് വേയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് തിങ്സ് വിൽ ബി മച്ച് ഈസിയർ. ഒരു 5 എസ് എ, ഒരു 10 എസ് എ എഴുതി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ഫോർമാറ്റ് തറവായി അതുപോലെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിനക്ക് മാർക്ക് കിട്ടും. നമുക്ക് ഏറ്റവും വലിയ ഇത് മാർക്ക് കിട്ടണം എന്നല്ലേ IELTS. സോ ഞാൻ പറയണത് ഒരു എസ് എയിൽ എപ്പോഴും 4 പാരഗ്രാഫ് ഉണ്ടാവും. ആദ്യത്തെ പാരഗ്രാഫ് ഇസ് ഓൾവേസ് ദ ഇൻട്രൊഡക്ഷൻ, അവസാനത്തെ ഓൾവേസ് ദ കൺക്ലൂഷൻ. നടുവിലുള്ള 2 പാരഗ്രാഫ് ഉണ്ട്, ബോഡി പാരഗ്രാഫ് 1, ബോഡി പാരഗ്രാഫ് 2. ഈ രണ്ടെണ്ണത്തിലാണ് ചോദിച്ച ചോദ്യത്തിന്റെ കണ്ടന്റ്സ് എഴുതേണ്ടത്. ഈ രണ്ടെണ്ണത്തിലാണ് നമ്മളുടെ പോയിന്റ്സ് ടു പ്രൂവ് ദ ക്വസ്റ്റ്യൻ, മനസ്സിലായി, അത് എഴുതേണ്ടത്. അപ്പൊ നമ്മൾക്ക് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്, ഇപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എഗ്രി ഡിസെഗ്രി എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു പറയാം വിത്ത് ആൻ എക്സാമ്പിൾ. ക്വസ്റ്റ്യൻ ഇതാണ്: സം പീപ്പിൾ തിങ്ക് ദാറ്റ് പീപ്പിൾ ഓവർ ദി ഏജ് ഓഫ് 60 years old, some people think that people who are over 60 years old should not work and should be made to retire. To what extent do you agree, disagree? എഗ്രി ഡിസെഗ്രിയിലത്തെ ചോദ്യത്തില് നമ്മൾക്ക് എപ്പോഴും അവരൊരു സ്റ്റേറ്റ്മെന്റ് തരും. ഒറ്റ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. എന്തോ ഒരു സിറ്റുവേഷനെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റിനോട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ ഡിസെഗ്രി ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, 100% എഗ്രിയോ 100% ഡിസെഗ്രിയോ ചെയ്യാൻ പാടില്ല എന്നാണ്. ചിലവരൊക്കെ ചെയ്യുന്നുണ്ട് ആൻഡ് മേ ബി ഇറ്റ് ഗോസ് വെൽ ഫോർ ദം. പക്ഷെ ഒരു അതിന്റെ റിയാലിറ്റി, ഒരു സിറ്റുവേഷന്റെ റിയാലിറ്റി, എത്ര നല്ല കാര്യമായാലും എത്ര പൊട്ട കാര്യമായാലും അതിന് അതിൻ്റെതായ പോസിറ്റീവ് സൈഡ്സ് ആൻഡ് നെഗറ്റീവ് സൈഡ്സ് ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മളൊരു സിറ്റുവേഷൻ 100% എഗ്രി ചെയ്യുമ്പോൾ അതിന്റെ മറ്റു ഭാഗം നമുക്ക് അറിയില്ല എന്ന് ഓട്ടോമാറ്റിക്കലി പറയണം. അപ്പൊ ദാറ്റ് ഐ വുഡ് സേ ലൈക്ക് ഒരു 70-30 ആയിട്ട് എഴുതാം. ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ്. ടു വാട്ട് എക്സ്റ്റെന്റ്? ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ്. അല്ല മിസ്സേ, ഡു യു എഗ്രി ഡിസെഗ്രി ചോദിക്കുമ്പോഴോ എപ്പോഴും പറയാ അതും ടു വാട്ട് എക്സ്റ്റെന്റ് എന്ന് ആഡ് ചെയ്തുകൊണ്ടും അത്ര വലിയ ഇതൊന്നുമില്ല, രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ. സോ നമ്മളുടെ സിറ്റുവേഷൻ എന്താ, സ്റ്റേറ്റ്മെന്റ് എന്താ? 60 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ വർക്ക് ചെയ്യാൻ പാടില്ല. 60 വയസ്സ് കഴിഞ്ഞാൽ ദേ ഷുഡ് റിട്ടയർ. ഈ സിറ്റുവേഷനിൽ നിങ്ങൾ എന്താ പറയണത്? ഡു യു എഗ്രി ടു ദ സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഈ സിറ്റുവേഷനോട് നിങ്ങൾ ഡിസെഗ്രി ചെയ്യുന്നുണ്ടോ? അപ്പൊ നമ്മളൊക്കെ ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോഴാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ആ ഒരു കാഴ്ചപ്പാട് അവിടെ വരും അല്ലേ. ഓക്കെ, ഞാൻ ഇതിനോട് എഗ്രി ചെയ്യുന്നു 60 വയസ്സ് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇതിനോട് ഡിസെഗ്രി ചെയ്യുന്നു. ഓക്കെ. അപ്പൊ എപ്പോഴും ഓർക്കുക, കൂടുതൽ എഗ്രി ആണെങ്കിൽ 70%ഓളം നമ്മൾ
വെയിറ്റേജ് പോയിന്റ്സ് വേണം. 30% അതിന് ഓപ്പോസിറ്റ് ആണ്. എന്നാൽ അങ്ങനെയല്ല, അവർ വർക്ക് ചെയ്യണതിന് തെറ്റൊന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞ് 30% എഴുതാം. 30% ഓൺലി, അല്ലെങ്കിൽ 20% എന്ന് പറഞ്ഞാൽ അതിൻ്റെതും നല്ല ഭാഗങ്ങൾ എഴുതണം, അത്രേ ഉള്ളൂ കുറച്ച്. ഓക്കെ, സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ലെറ്റ് മീ ഡിസ്കസ് ദ പോയിന്റ്സ് ആൻഡ് ദെൻ വിൽ സ്റ്റാർട്ട് റൈറ്റിംഗ്. അപ്പൊ ഡിസ്കഷനിൽ ഫസ്റ്റ് വരുന്നത്, അപ്പം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ എഗ്രി ചെയ്യുന്നു. 60 വയസ്സുള്ള ആൾക്കാർ റിട്ടയർ ചെയ്യണം. 60 വയസ്സ് കഴിഞ്ഞാൽ ദേ ഷുഡ് റിട്ടയർ ആൻഡ് സിറ്റ് അറ്റ് ഹോം, അല്ലെങ്കിൽ ദേ കൻ ഡു സം അതർ വർക്ക്, അല്ലേ? ജോലിയിൽ നിന്ന് വിരമിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കുറെ പോയിന്റ്സ് ഉണ്ട്. കുറെ പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഇപ്പൊ ഞാൻ സപ്പോസിങ് ഞാൻ അതിനെ എഗ്രി ചെയ്യുകയാണെങ്കിൽ അതിനെ ശക്തപ്പെടുത്താൻ അല്ലെങ്കിൽ തെളിയിക്കാൻ എനിക്ക് പോയിന്റ്സ് വേണം. അപ്പൊ ഞാൻ ആദ്യത്തെ പോയിന്റ് പറയാണ്. 60 വയസ്സ് ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞാൽ എൻറ്റയർ ലൈഫ് ടൈം ദേ ഹാവ് ബീൻ വർക്കിംഗ്, അല്ലേ? ഒരു 20-25 വയസ്സ് തൊട്ട് 60 വയസ്സ് വരെ ദേ ഹാവ് ബീൻ സ്ട്രഗ്ലിംഗ്, അല്ലെങ്കിൽ ദേ ഹാവ് ബീൻ വർക്കിംഗ് ദിയർ എൻറ്റയർ ലൈഫ്. ഇറ്റ് ഇസ് ടൈം ഫോർ ദം ടു എൻജോയ് ലൈഫ്. എൻജോയ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഓൾഡ് ഏജ് എൻജോയ് ചെയ്യാം. ഇന്നത്തെ കാലത്ത് ദർ ആർ സോ മെനി ഓപ്ഷൻസ് ടു എൻജോയ് ഓൾഡ് ഏജ്, അല്ലേ? ഓൾഡ് ഏജ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് പണ്ടത്തെ കാലത്തെ പോലെയല്ല. ഇന്നത്തെ കാലത്ത് എൽഡർലി പീപ്പിൾക്ക്, വയസ്സായ ആൾക്കാർക്ക്, വയസ്സെന്ന് പറഞ്ഞാൽ 60 വയസ്സ് ഒരു വയസ്സല്ല, എന്നാലും ഞാനും 60 ആവാറുണ്ട്. ഒരു 7 കൊല്ലം കഴിഞ്ഞ് ഞാനും 60ആവും. പക്ഷെ അതൊരു വയസ്സല്ലല്ലോ. പക്ഷെ എന്നാലും ദർ ആർ സോ മെനി ഓപ്ഷൻസ്. ലൈക്ക് പണ്ടത്തെ കാലത്ത് 60 വയസ്സ് കഴിഞ്ഞാലും ഒരു 50 വയസ്സ് കഴിഞ്ഞാലും ഒന്നും അവർക്ക് എൻജോയ്മെന്റ് ഇല്ല. അവർക്ക് ഈ വീട്ടിലെ പ്രാരംഭം, ബിക്കോസ് ഇറ്റ് വാസ് എ ജോയിന്റ് ഫാമിലി ആൻഡ് വീട്ടിലെ എൽഡേഴ്സ് ആണ് കാരണവന്മാര് വീട്ടിലെ അവരുടെ കാര്യം കൊണ്ട് നടക്കുന്നത്. ഓക്കെ, ഗൃഹനാഥന്മാര്, അച്ഛൻ മരിക്കണവരെ അച്ഛനാണ്. അത് മൂത്ത മോൻ 60 വയസ്സായാലും കുഴപ്പമൊന്നുമില്ല, അത് രണ്ടാം സ്ഥാനമാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റമാണ്. ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റം ആകുമ്പോൾ ചെറുപ്രായത്തിൽ തന്നെ മക്കൾ ഇൻഡിപെൻഡന്റ് ആവാണ്. ദേ ഗോ ആൻഡ് സെറ്റിൽ സംവെയർ, ബോംബെ, ഡൽഹി, അമേരിക്ക, US, UK, അവിടെയൊക്കെ പോയി സെറ്റിൽ ചെയ്ത് അവരവരുടെ ജീവിതം നയിക്കുകയാണ്. പ്രായമായ അച്ഛനമ്മമാർക്ക് ഒരു പ്രാരാബ്ദവും ഇല്ല മക്കളിനെ കുറിച്ച് ഓർത്തിട്ട്. ഒരു ടെൻഷൻ, അവരവരുടെ കാര്യം നോക്കുക. അപ്പോ ബൈ ദ ടൈം ദേ ആർ 50 അല്ലെങ്കിൽ 55 അല്ലെങ്കിൽ 60 റിട്ടയർമെന്റ് ഏജ് ആവുമ്പോൾ അവർ റിട്ടയർ ആയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ആൾക്കാർ ദേ ആർ ഫ്രീ ഫ്രം റെസ്പോൺസിബിലിറ്റീസിൽ നിന്ന് ഫ്രീ ആണ്. ആൻഡ് ദേ ക്യാൻ എൻജോയ് ദെയർ ഓൾഡ് ഏജ് എൻജോയ് ചെയ്യാം. അവരുടെ റിമൈനിങ് പാഷൻസ് ഓഫ് ലൈഫിലെ അവർക്ക് അത് ചെയ്യാം, യൂസ് ചെയ്യാം ആൻഡ് എൻജോയ് ലൈഫ്. ഇപ്പൊ ബൈ ട്രാവലിംഗ് ആയിരിക്കാം, റൈറ്റിംഗ് ബുക്സ് ആയിരിക്കാം, വിസിറ്റിംഗ് പീപ്പിൾ ആവാം, വിസിറ്റിംഗ് ഡെസ്റ്റിനേഷൻസ്, അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് ആയിരിക്കാം. എന്തായാലും എൻജോയിങ് ലൈഫ്. അതർ ദാൻ ദാറ്റ് എന്നാലും റിലാക്സ്ഡ് ആയിട്ട് സിറ്റ് ആൻഡ് ഫസ്റ്റ് പോയിന്റ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ടൈം ഫോർ ദം ടു എൻജോയ് ദി ഓൾഡ് ഏജ് ആൻഡ് there are so many options to enjoy. സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 60 ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ തന്നെ ദ ബോഡി വിൽ ഷോ സൈൻസ് ഓഫ് ഓൾഡ് ഏജ്, സ്റ്റാർട്ട് ഷോയിങ്. അത് നിങ്ങൾ ഇപ്പൊ മെഡിക്കൽ ഫീൽഡ് എത്ര പുരോഗമിച്ചാലും പ്രകൃതി നയമാണ്, ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് വിൽ സ്റ്റാർട്ട് ഷോയിങ് സൈൻസ് ഓഫ് ഓൾഡ് ഏജ്. കണ്ണിന് കാഴ്ച കുറയും, കണ്ണട വെച്ച് തുടങ്ങും, കേൾവി കുറവ്, പിന്നെ പണ്ടത്തെ ആ ചുറുചുറുക്ക് ഇല്ല കേട്ടോ. ഇപ്പൊ ഫുട്ബോൾ കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, നടുവേദന, ഊരവേദന, ഓടാൻ പറ്റില്ല, ഇപ്പൊ നടക്കാനേ പറ്റുള്ളൂ. അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഓട്ടോമാറ്റിക്കലി സൈൻസ് ഓഫ് ഓൾഡ് ഏജ് വന്നു തുടങ്ങും. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ഇഫ് ദേ ആർ വർക്കിംഗ്, 60 വയസ്സായ ഒരാൾ വർക്കിംഗ് ചെയ്യുമ്പോൾ it will automatically affect the productivity of the company അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. പണ്ടത്തെ ആ ഒരു ചുറുചുറുക്ക് ഇല്ലല്ലോ, മനസ്സിലായില്ലേ? അപ്പൊ അത് കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റിനെ ബാധിക്കും. അണ്ടർസ്റ്റാൻഡ്? So there is a great chance that it affects the productivity of the company, effectivity of the perfection of work ഒക്കെ കുറയും. Perfection of work will also പിന്നെ ഡിസീസസ് ഒക്കെ പ്രോൺ ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസീസസ്. അപ്പോൾ മേ ബി അത് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ഓട്ടോമാറ്റിക്കലി അത് കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി ബാധിക്കും. സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ടുഡേസ് വേൾഡ്
one of the biggest problem that a country is facing, ഏത് country ആയാലും facing is unemployment. Unemployment ആണ്. And that is because ഇപ്പൊ ഈ 60 വയസ്സായേക്കാൾ if they continue to work, ഇവർ മാറി കഴിഞ്ഞിട്ട് വേണം ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ, റൈറ്റ്? അപ്പൊ if the unemployed 60 aged people are given retirement, it is automatically paving way. നല്ല വാക്കുകളൊക്കെ യൂസ് ചെയ്തോളൂ കേട്ടോ. പേവ് വേ എന്ന് പറഞ്ഞാലും മാടി കൊടുക്കുക, വഴി ഒരുക്കി കൊടുക്കുക. അപ്പൊ the ഈ the 60 years, if the person is retired at 60, they can automatically pave way for the next generation, younger generation people to work for employment ന് വഴി ഒരുക്കി കൊടുക്കാം. അപ്പൊ ഇറ്റ് ഈസ് എ സൊല്യൂഷൻ ഫോർ അൺഎംപ്ലോയ്മെന്റ്. മനസ്സിലായില്ലേ? എൽഡർലി പീപ്പിൾ. പിന്നെയും പറയാം നിങ്ങൾക്ക് കുറെ, എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ടെക്നോളജിക്കൽ വേർഡ് വേറെ 3 പോയിന്റ്സ് എഴുതിയാൽ മതി കേട്ടോ. ഇറ്റ് ഈസ് എപ്പോഴും ഓർത്തു വെക്കുക, ഇറ്റ് ഈസ് നോട്ട് എ ജനറൽ നോളജ് എക്സാം. ജനറൽ നോളജ് എക്സാം അല്ല. അറിയുന്ന എല്ലാ പോയിന്റ്സും വാരി വലിച്ച് എഴുതണം 3 പോയിന്റ്സ് വിത്ത് 1 എക്സാമ്പിൾ. സൂപ്പർ. മനസ്സിലായില്ലേ? അപ്പൊ ഞാനൊരു എക്സ്ട്രാ പോയിന്റ് കൂടി പറയാം, ഈവൻ ദോ നമുക്ക് എഴുതണ്ടെങ്കിലും ടെക്നോളജിക്കൽ റെവല്യൂഷൻ കഴിഞ്ഞ ഒരു കാലഘട്ടം ആണ് അല്ലെ? ഇറ്റ് ഈസ് എ ടെക്നോളജിക്കൽ റെവല്യൂഷനൈസ്ഡ് society that we are living in, and the the old generation people, elderly people find it very difficult to handle the new technology. പുതിയ ടെക്നോളജി ഹാൻഡിൽ ചെയ്യാൻ യങ്ങർ ജനറേഷന്റെ പോലെ എഫക്റ്റീവ് അല്ല ഓൾഡർ ജനറേഷൻ. ഓൾഡർ പീപ്പിൾ ഇതൊന്നും എനിക്കത് മനസ്സിലായില്ല, എനിക്കത് അയക്കാൻ ഭയങ്കര പാടാ, എനിക്ക് വയ്യ, ഞാൻ കൈയോടെ എഴുതിക്കൊണ്ട് അങ്ങനെ പറയാം. മനസ്സിലായി? അപ്പൊ എൽഡർലി പീപ്പിൾ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൾട്ട് ടു ഹാൻഡിൽ ദ ന്യൂ ടെക്നോളജി. അതും കമ്പനിയുടെ എഫക്ടിവിറ്റി, പ്രൊഡക്ടിവിറ്റീനെ ബാധിക്കും. യങ്ങർ പീപ്പിൾ ആണെങ്കിൽ കുറച്ചും കൂടി, ഇനിയും പറയാണ്ട്, കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ചെയ്യും. വെരി ഫാസ്റ്റ് ആണ്. ആ ഫാസ്റ്റ് പറഞ്ഞപ്പോൾ വേറൊരു പോയിന്റ് ഓർമ്മ വന്ന്, യങ്ങർ ഓൾഡ് പീപ്പിൾ നന്നേരം ഈ 60 വയസ്സായിട്ടുള്ള ആൾക്കാർ കുറച്ചും കൂടി സോഫ്റ്റ് തിങ്കിങ് ആണ്, സ്മൂത്ത് പേഷ്യൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പൊ അവർ ഒക്കെ സ്ലോലി ചെയ്യുള്ളൂ. ഇന്നത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം ഫാസ്റ്റ് മൂവിങ് ആണ്, വിച്ച് ഇസ് ഇൻ ദ യങ്ങർ ജനറേഷൻ. അപ്പൊ അത് വുഡ് ഓൾസോ ബി എ റെക്കമെൻഡഡ് പോയിന്റ് ദാറ്റ് 60 വയസ്സാകുമ്പോൾ റിട്ടയർ ആവുന്നതാണ് നല്ലത്. ഓക്കെ. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ ഇതൊക്കെ ഞാൻ കൂട്ടി, ഞാനിപ്പോൾ ഒരു 4 പോയിന്റ്സ് പറഞ്ഞു, 3 പോയിന്റ്സ് എഴുതിയാൽ മതി ഒരു എക്സാമ്പിൾ വെച്ചിട്ട്. ആൻഡ് ദെൻ ഞാൻ അറ്റ് ദ സെയിം ടൈം ഞാൻ however എന്താണ് ആ 30% കൂടി പറയും. എന്നാൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് കംപ്ലീറ്റ്ലി എഗ്രി ചെയ്യാൻ പറ്റൂല കേട്ടോ. 60 വയസ്സായ ആൾക്കാർ റിട്ടയർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അതിനോട് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ അതിന് അതിൻ്റെതായ പോസിറ്റീവ് സൈഡ്സ് ഉണ്ട്. എന്താ കാരണം? അപ്പൊ അടുത്ത പാരഗ്രാഫിൽ അതാണ് എഴുതേണ്ടത്. however the above statement cannot be completely ignored. കംപ്ലീറ്റ് ആയിട്ട് അതിനെ ഇഗ്നോർ ചെയ്ത് കളയാൻ പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എന്താ കാരണം? ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോയിന്റ് ഫാമിലി സിസ്റ്റം മാറി. അപ്പോൾ ഈ എൽഡർലി പീപ്പിൾ സംടൈംസ് മേ ബി ദ ബ്രെഡ് വിന്നേഴ്സ് ഓഫ് ദ ഹൗസ്. ആ വീട്ടിലെ ന്യൂക്ലിയർ ഫാമിലിയുടെ ബ്രെഡ് വിന്നർ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അവരുടെ വരുമാനം കൊണ്ടായിരിക്കും ആ വീട് നടക്കുന്നത്. ബിക്കോസ് ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റം ആണ് എല്ലായിടത്തും. at our time, if they are forcibly sent into retirement, the family will suffer, financial problems വരും. ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗെയിൻ ഇന്നത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ മെഡിക്കൽ കണ്ടീഷൻസും അതൊക്കെ പീപ്പിൾ ആർ വെരി ഹെൽത്തി അല്ലെ? ലൈഫ് സ്പാൻ ഓഫ് എ ഹ്യൂമൻ ബീങ് ഹാസ് ഇൻക്രീസ്ഡ്. അപ്പോൾ 60 years there are so many people who are very well എന്താ പറയുക fit, healthy enough to do all sorts of work. എല്ലാ വർക്കും ചെയ്യാൻ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർ ആസ് ഈക്വൽ ടു ദ യങ്സ്റ്റേഴ്സ്. ദേ ആർ വെൽ ആൻഡ് ദേ ആർ ഓൾ. അപ്പൊ ആ ഒരു ഇതില് പെട്ടെന്ന് ഈ ദേ ആർ മേഡ് ടു സിറ്റ് അറ്റ് ഹോം അല്ലെങ്കിൽ റിട്ടയർമെന്റിൽ പോയിക്കോളൂ ബിക്കോസ് യു ആർ 60 years old എന്ന് പറയുമ്പോൾ
അത് may cause a mental trauma to the person. Hey, I am completely so fit enough. എന്നിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും ഞാനാണ് ഏറ്റവും കൂടുതൽ അവിടെ വർക്ക് ചെയ്യണത്. എന്നിട്ട് പോലും എനിക്ക് 60 വയസ്സായതുകൊണ്ട് എനിക്ക് റിട്ടയർ ചെയ്യേണ്ടി വന്നു. അത് അവരുടെ എൻസൈറ്റി ഡിപ്രഷനിലേക്കൊക്കെ പോവാൻ സാധ്യതയുണ്ട്. അത് ശരിയല്ല. അയാളുടെ മാക്സിമം സൊസൈറ്റിക്ക് ഇനിയും കൊടുക്കാൻ അയാൾക്ക് പറ്റും. അതൊരു പോയിന്റ്. വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ തിങ് ഇസ് ലൈക്ക് ഈ അല്ല എത്ര 30% അല്ലേ. വേറൊരു കാര്യം പിന്നെ പറയാം, ഞാനൊരു പോയിന്റ് പറയാം. ദാറ്റ് ഇസ് ഈ 60 ഇയേഴ്സിന്റെ ഏജില് പീപ്പിൾ ആർ മച്ച് എക്സ്പീരിയൻസ്ഡ്. ഈ പീപ്പിൾ എന്ന് പറഞ്ഞാൽ 60 ഇതിൽ അവർ മേ ബി അവർ 20s 30s സ്റ്റാർട്ട് ചെയ്ത 30 ഇയേഴ്സ് മിനിമം അവർ എക്സ്പീരിയൻസ്ഡ് ആണ് ഒരു ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ, ജോബ് ഹാൻഡിൽ ചെയ്യാൻ. അപ്പോൾ ദ യങ്ങർ ജനറേഷൻ ഹാസ് ലോട്ട്സ് ടു ലേൺ ഫ്രം ദം. ആ യങ്ങർ ജനറേഷൻ അവരിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ആ കാര്യം ഇവരിൽ നിന്ന് നോക്കി പേഷ്യൻസ്, ഇന്നത്തെ യങ്ങർ ജനറേഷൻ ഇല്ലാത്തൊരു കാര്യമാണ് പേഷ്യൻസ്, പെർസിവിയറൻസ്, പിന്നെ ഹൗ ടു ഹാൻഡിൽ സിറ്റുവേഷൻസ്, ബുദ്ധിമുട്ട് സിറ്റുവേഷൻസ്, അതൊക്കെ എൽഡർലി പീപ്പിളിൽ നിന്ന് പഠിക്കേണ്ടതാണ്. സോ ഇവർ ഗൈഡ് ചെയ്യണം. സോ ഇവരുടെ നിങ്ങൾ വീട്ടിൽ പോയിരിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ യങ്ങർ ജനറേഷൻ ആ നോളേജ്, അവരുടെ ആ എക്സ്പീരിയൻസിന്റെ ആ നോളേജ് ഇസ് ഗോയിങ് ടു മിസ് ഇറ്റ്. യങ്ങർ ജനറേഷൻ ഇസ് ഗോയിങ് ടു മിസ് ഇറ്റ്. സോ അതുകൊണ്ട് അപ്പൊ 30% ഇതിൽ എല്ലാ പോയിന്റ്സും പറയണ്ട കേട്ടോ. 50-50 ആക്കരുത്, 70-30 ആക്കണം അത്ര. ഓക്കെ, എനിഹൗ നമുക്കിപ്പോ പോയിന്റ്സ് ഒക്കെ ഞാൻ ഡിസ്കസ് ചെയ്തു, 70-30 പറഞ്ഞു. ലെറ്റ് സ്റ്റാർട്ട് റൈറ്റിംഗ് ദി എസ്സേ. ഈ എസ്സേ ഇങ്ങനെ എഴുതണം. ഞാൻ പറഞ്ഞു ഇൻട്രൊഡക്ഷനിൽ 3 കാര്യം എപ്പോഴും ഉണ്ടായിരിക്കണം. ഞാൻ കഴിഞ്ഞ എൻ്റെ ഫോർമാറ്റിൽ പറഞ്ഞാണ്, ഇൻട്രൊഡക്ഷന്റെ ഫോർമാറ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് 3 കാര്യം. ടോപ്പിക്കിനെ കുറിച്ച് പറയണം, ക്വസ്റ്റ്യൻ എക്സാമിനർക്ക് വിവരിച്ചു കൊടുക്കണം, ദാറ്റ് ഇസ് പാരാഫ്രേസ് ദ ക്വസ്റ്റ്യൻ, ആൻഡ് തേർഡ് ഈ എസ്സേയിൽ എന്താണ് ചെയ്യാൻ പോണത്. അപ്പൊ ഫസ്റ്റ് ഇസ് ദ ടോപ്പിക് സെന്റൻസ്. ടോപ്പിക് ഇവിടെ എംപ്ലോയ്മെന്റ് ആണ്, അല്ലെങ്കിൽ എൽഡർലി പീപ്പിൾ. എന്തായാലും നിങ്ങൾക്ക് എടുക്കാം. ജോലിനെ കുറിച്ച് പറയാം, ജോലി റിട്ടയർമെന്റ് അല്ലേ, റിട്ടയർമെന്റിനെ ടോപ്പിക് ആയിട്ട് എടുക്കാം, അല്ല എൽഡർലി പീപ്പിളിനെ ടോപ്പിക് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പോഴത്തെ മോഡേൺ വേ ഓഫ് ലൈഫ് സ്റ്റൈൽ അതും പറയാം. എന്തും ചില കുട്ടികൾ പറയും, മിക്ക കുട്ടികളും പറയും മിസ്സേ ഈ ടോപ്പിക് സെന്റൻസ് എഴുതാൻ ഭയങ്കര പാടാണ്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എന്താണ് കാണുന്നത്? എൽഡർലി പീപ്പിൾ, വയസ്സായ ആൾക്കാരിനെ കുറിച്ച്, അല്ലെങ്കിൽ റിട്ടയർമെന്റിനെ കുറിച്ച്, ഇതൊക്കെ പറയാം. അപ്പൊ ഞാൻ എൽഡർലി പീപ്പിൾ, അല്ലെങ്കിൽ സ്പാൻ ഓഫ് ലിവിങ്, ലൈഫ് സ്റ്റൈലിനെ കുറിച്ച്. നവഡേയ്സ് in this modernized world, the lifestyle of the people have completely changed, and the lifespan of the elderly of the human beings have increased considerably, and people at the age of 60 years അങ്ങനെ പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ you want to talk about retirement is the time when the person looks back into his younger, അല്ലെങ്കിൽ his the job that he has completed until now. അങ്ങനെ പറഞ്ഞിട്ട് എഴുതാം. സി എനിത്തിങ് യു ക്യാൻ സേ. നിങ്ങൾക്ക് എന്താ മനസ്സിൽ വരുന്നത് അതൊക്കെ പറയാം റിഗാർഡിങ്. പക്ഷെ എന്താ അതിന്റെ ഉദ്ദേശം? ഈ എക്സാമിനർക്ക് ടോപ്പിക്കിനെ കുറിച്ച് ഒരു വിവരം കൊടുക്കുകയാണ്. അപ്പൊ റിട്ടയർമെന്റിനെ കുറിച്ചാണ് പറയണേന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ, അല്ലെങ്കിൽ എൽഡർലി പീപ്പിളിനെ കുറിച്ചാണ് പറയണത്. എൽഡർലി പീപ്പിൾ ഹാവ് ഈക്വൽ സ്റ്റേറ്റസ്, ഇങ്ങനെ പറയാം, ഈക്വൽ സ്റ്റേറ്റസ് ഇൻ ദ സൊസൈറ്റി ആസ് all the other categories of people. അപ്പൊ they are given equal importance in the society, അങ്ങനെയും പറയാം. ഓക്കെ, അപ്പൊ ടോപ്പിക് സെന്റൻസ് ഞാൻ പറഞ്ഞു. പിന്നെ പാരാഫ്രേസ് ആണ്. എപ്പോഴും ഒരു സൂത്രം പറഞ്ഞുതരാം. എഗ്രി ഡിസഗ്രിക്ക് ടോപ്പിക് സെന്റൻസ്, ഇഫ് യു സ്റ്റാർട്ട് വിത്ത് ഇറ്റ് ഈസ് സെഡ് ദാറ്റ്, ഇങ്ങനെ പറയപ്പെടുന്നു. അപ്പൊ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് പറഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതാം. ഇങ്ങനെ പറയുന്നു പറഞ്ഞിട്ട് ആ സ്റ്റേറ്റ്മെന്റ് എഴുതാം. It is said that people over the age of 60 should retire and not work. And people over the age of 60 should not work and should retire. അപ്പൊ അതാണ് അങ്ങനെ പറയപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് പാരാഫ്രൈസ് ചെയ്തു. എന്നിട്ട് എഗ്രി ഡിസഗ്രിയിൽ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്ലി നിങ്ങളുടെ അഭിപ്രായത്തിനെയാണ് ബേസ് ചെയ്യുന്നത്. അതുകൊണ്ട്
എഗ്രി ഡിസഗ്രിയിൽ മാത്രം നിങ്ങളുടെ അഭിപ്രായം ഇൻട്രൊഡക്ഷനിൽ പറയണം. There are so many factors uh, to support the statement, and so I agree to the above statement to a great extent, which will be discussed below. യെസ് എന്താ ചെയ്യണേന്നാണ് അതിൽ പറയേണ്ടത്. പക്ഷെ നിങ്ങളുടെ അഭിപ്രായം ചേർത്തു, അവിടെ മാത്രമേ ഞാൻ ആയി പറഞ്ഞിട്ടുള്ളൂ. ഇത് എത്രയോ കാര്യങ്ങളുണ്ട്, ഫാക്ടേഴ്സ് ഉണ്ട് ഈ സ്റ്റേറ്റ്മെന്റിനോട് എഗ്രി ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട്, അബവ് മെൻഷൻ സ്റ്റേറ്റ്മെന്റിനോട് എഗ്രി ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ്. 70% എഴുതരുത് കേട്ടോ, ചില കുട്ടികൾ അങ്ങനെ എഴുതിക്കൊണ്ടുവരാറുണ്ട്. ഞാൻ ഇതിനോട് 70% എഗ്രി ചെയ്യുന്നു. ഞാൻ നിങ്ങൾക്ക് ആ വെയിറ്റേജ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഐ എഗ്രി ടു ദി അബവ് മെൻഷൻ സ്റ്റേറ്റ്മെന്റ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ്. ഇൻട്രൊഡക്ഷൻ പെർഫെക്റ്റ്, മനസ്സിലായി. പിന്നെ ഒരു ലൈൻ വിട്ടിട്ട് അടുത്ത പാരഗ്രാഫ് 70% ഞാൻ ഇതിനെ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ടു ബിഗിൻ വിത്ത്, എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ വാക്കുകൾ യൂസ് ചെയ്യുക. ടു ബിഗിൻ വിത്ത്, ഫസ്റ്റ് ഓഫ് ഓൾ, സെക്കൻഡ്ലി, മോർ ഓവർ, എബവ് ഓൾ, അങ്ങനെയൊക്കെ വെക്കുമ്പോൾ കുറച്ച് നല്ല നല്ല വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ലാസ്റ്റ് പോയിന്റിനെ ലാസ്റ്റ്ലി, അല്ലെങ്കിൽ ഫൈനലി, അല്ലെങ്കിൽ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, അങ്ങനെയൊക്കെ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്സ്, ടു ബിഗിൻ വിത്ത്, ഇൻ ദിസ് മോഡേണൈസ്ഡ് വേൾഡ് the elderly people do not have time to enjoy, so retirement would be a best option. അതിലേക്ക് കടന്നു. ഫസ്റ്റ് പോയിന്റ്, ഫസ്റ്റ് ഓഫ് ഓൾ, ടു ബിഗിൻ വിത്ത് പറഞ്ഞ പിന്നെ സെക്കൻഡ്ലി പറയാം, അല്ലെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ retire, they have been working their entire, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് 1 2 3, that is firstly, സെക്കൻഡ്ലി, മോർ ഓവർ, ഫൈനലി, 4 പോയിന്റ്സ് എഴുതി. 3 പോയിന്റ്സ് ആയാലും മതി. ഫസ്റ്റ് ഓഫ് ഓൾ, സെക്കൻഡ്ലി, ഫൈനലി, പിന്നെ ഒരു എക്സാമ്പിൾ എഴുതണം. എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മൈ പാരൻസ് ഹാവ് ബീൻ റിട്ടയർഡ് ആഫ്റ്റർ അറ്റ് ദി ഏജ് ഓഫ് 50 അല്ലെങ്കിൽ 55 ആൻഡ് നൗ ദേ ആർ എൻജോയിങ് ദിയർ ലൈഫ്. അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളുടെ ജീവിതത്തിനെ കുറിച്ചോ, അല്ലെങ്കിൽ ദർ ആർ സോ മെനി ഓപ്ഷൻസ്, ദേ ആർ എൻജോയിങ് ബൈ ട്രാവലിംഗ് ടു ഡിഫറെൻറ്റ് പ്ലേസസ്, അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ എക്സാമ്പിൾ പിടിച്ച് വലിച്ചു കിട്ടരുത് കേട്ടോ, ഒറ്റ സെന്റൻസിൽ എഴുതാം ബസ്. ആൻഡ് 70% ഓക്കെ. ഒരു ലൈൻ വിട്ടിട്ട് അടുത്ത 30%, ഹൗഎവർ, എന്നാൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്, ദിസ് സ്റ്റേറ്റ്മെന്റ് കൻ നോട്ട് ബി കംപ്ലീറ്റ്ലി ഡിസഗ്രീഡ്, അല്ല കംപ്ലീറ്റ്ലി എഗ്രീഡ്, കംപ്ലീറ്റ് ആയിട്ട് ഇതിനോട് എഗ്രി ചെയ്യാൻ പറ്റൂല കേട്ടോ. there are some positive side, there are some disadvantages too. എഗ്രി ചെയ്തപ്പോൾ ഡിസഡ്വാൻറ്റേജ് അല്ലേ പറയാ, അതിൽ അതിൻ്റെതായ കോട്ടങ്ങൾ ഉണ്ട് കേട്ടോ എന്നല്ലേ പറയാ. ഡിമെറിറ്റ്സ് ടു, അല്ലെങ്കിൽ നെഗറ്റീവ് സൈഡ്സ് ടു എന്ന് പറഞ്ഞിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞാൽ, നവഡേയ്സ് ഇൻ ദ മോഡേണൈസ്ഡ് സൊസൈറ്റി, മോഡേണൈസ്ഡ് സൊസൈറ്റിയിൽ എന്താണ് ഫോളോ ചെയ്യുന്നത്, ന്യൂക്ലിയർ ഫാമിലി ഫോളോ ചെയ്യുന്നു. ആൻഡ് സോ ദീസ് പീപ്പിൾ മേ ബി ദ ബ്രെഡ് വിന്നേഴ്സ്. അത് പറഞ്ഞാൽ ഞാൻ നേരത്തെ പോയിന്റ് വീണ്ടും ആവർത്തിക്കുന്നില്ല. അതും 1 2 3 പറഞ്ഞിട്ട് എഴുതാം, ലാസ്റ്റ്ലി, ഫൈനലി പറഞ്ഞിട്ട് അത് എഴുതാം. ആൻഡ് ദെൻ യു ഗോ ടു ദ കൺക്ലൂഷൻ. കൺക്ലൂഷനിൽ ആ 30% എഴുതിയതിന് ശേഷം പോയിന്റ്സ് ഞാൻ പറഞ്ഞ കാരണം വീണ്ടും ആവർത്തിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. ടു കൺക്ലൂഡ് എന്ന് പറഞ്ഞിട്ട് എഴുതേണ്ടത്. പിന്നെ നമ്മൾ ഈ പറഞ്ഞതൊന്നും എഴുതണ്ട. നമ്മൾ ജനറലി ഒരു സോഷ്യലിസ്റ്റിക് എന്താണ്, ഒരു ഹാപ്പി എൻഡിങ് പോലെ. അപ്പോൾ മോഡേണൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ ഹാസ് ബ്രോട്ട് എ ലോട്ട് ഓഫ് ചേഞ്ചസ് ഇൻ ദ സൊസൈറ്റി, lifestyle of the people of the society. And the elderly people find it very easy because they are free from their responsibilities by the time of 60, and so they can enjoy their old age. There are many options. And so the statement which says, പിന്നെ ഞാൻ ഐ പറയേണ്ട ആവശ്യമില്ല, ഐ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു. The statement which says that elderly people, അല്ലെങ്കിൽ people at the age of 60 should retire, ആ സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ട് അതിനൊരു can be agreed to, അതിനോട് അഗ്രി ചെയ്യാം ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ് എന്ന് പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യാം. മനസ്സിലായില്ലേ? സോ ദിസ് ഇസ് ഹൗ യു റൈറ്റ് ആൻ അഗ്രി ഡിസഗ്രി എസ്സേ. ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ക്വസ്റ്റ്യൻസ് അതിൽ ചോദിക്കാം. ഓക്കെ. സോ നിങ്ങൾക്ക് ചേരാൻ
if you want to join my classes, you can join. എന്നോട് സംശയം നേരിട്ട് ചോദിക്കാൻ നിങ്ങൾക്ക് എന്നോട് വാട്സപ്പിൽ ചോദിക്കാം, വാട്സപ്പിൽ എന്നോട് മെസ്സേജ് ചെയ്ത് ചോദിക്കാം. And I'll be putting another type of question tomorrow. നെക്സ്റ്റ് ഡേ ഏതെങ്കിലും ഇപ്പൊ ഇനി അഗ്രി ഡിസൈഡ് ചിലപ്പോൾ അഗ്രി ഡിസ്കസ് ടു വ്യൂസോ ഏതെങ്കിലും ഒരു നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഐ ബി പുട്ടിങ് സ്പീക്കിംഗ് ഓൾസോ. ഓക്കെ, റീഡിങ് ടിപ്സ് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മേ ബി ഇനി നെക്സ്റ്റ് സെഷൻസിലൊക്കെ അതും വരും. ഓക്കെ, സോ ഹാവ് എ ഗുഡ് ഡേ. ബൈ ബൈ.